വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പല രീതിയിലുള്ള സ്വഭാവ രീതികൾ കാണിക്കുന്ന പുരുഷന്മാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നല്ല സ്വഭാവ രീതികളുള്ളവരുണ്ട്, അതുപോലെ തന്നെ മോശ സ്വഭാവ രീതികളുള്ളവരുണ്ട്. പക്ഷേ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് അവർക്ക് കംഫർട്ടബിൾ ആവുന്ന കൈൻഡ് ഓഫ് സ്വഭാവമുള്ള ആളുകളെയാണ്. എങ്കിൽ പോലും നമ്മളൊരു 90% സ്ത്രീകൾക്കും ഒരേ രീതിയിലുള്ള ടേസ്റ്റ് ആണ് ഉള്ളത്. എല്ലാ കാര്യത്തിലും അല്ല, ചില കാര്യങ്ങളിൽ മാത്രം. അപ്പോൾ സ്ത്രീകള് ഒരു 95% ആളുകളും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പുരുഷന്മാരുണ്ട്. സോ അവരുടെ സ്വഭാവ രീതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അതായത് സ്ത്രീകൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അത് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാത്ത പുരുഷന്മാര്. ഇപ്പൊ ജസ്റ്റ് അവർ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാണ്ടിരിക്കുക, അതുപോലെ അവർ പറയുന്നത് കേൾക്കാതെ ബാക്കിയുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾക്ക് കോള് വരികയാണെന്നുണ്ടെങ്കിൽ ആ കോൾ എടുത്ത് ഇവരെ തീരെ വാല്യൂ കൊടുക്കാത്ത രീതിയിൽ അവരോട് പെരുമാറുക. ഈ രീതിയിലൊക്കെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇനി ഇതുപോലെ തന്നെയാണ് അവർക്ക് സംസാരിക്കാൻ സ്പേസ് കൊടുക്കാത്ത ആളുകൾ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന പുരുഷന്മാര് നമ്മളെ ലിസൺ ചെയ്യാന്നുള്ളത്. കാരണം സ്ത്രീകൾക്ക് പൊതുവെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതിലിപ്പോൾ എത്രമാത്രം കാര്യമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല. മേ ബി അവരുടെ കുറെ പൊട്ടത്തരങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ കുറെ പൊട്ട കഥകളാവാം. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം അവരുടെ പാർട്ട്ണർ എന്ന് എപ്പോഴും ഒരു സ്ത്രീ ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു സംസാരിക്കാനുള്ള ഒരു ടൈം, അതിപ്പോ നിങ്ങൾ ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മുഴുവൻ അവരുടെ സംസാരം കേൾക്കാൻ കൊടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ടൈം, സംസാരിക്കാൻ കൊടുക്കുന്ന ടൈമിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് ആ കുറച്ച് നേരത്തെങ്കിലും അവരെ മാത്രം കേട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ മനസ്സിൽ ഒരിടം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ചില പുരുഷന്മാരുണ്ട്, അവരുടെ ഫിസിക്കൽ നീഡ്സ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം സ്ത്രീകളോട് സ്നേഹം കാണിക്കുന്നവര്. അതായത് ബാക്കിയുള്ള സമയത്തൊക്കെ, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവരെ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളി ആയിരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം അവരടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹാപ്പിനെസ് ഇവരോട് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് അറ്റൻഷൻ ഒന്നും കൊടുക്കുന്നില്ല, ആ രീതിയിലായിരിക്കും. പക്ഷെ ഇവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുള്ള സമയത്ത് മാത്രം അവരോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സോപ്പിട്ട് സംസാരിക്കാന്നൊക്കെ പറയില്ലേ, ഈ രീതിയിൽ പെരുമാറുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് തീരെ ഇഷ്ടമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മളെ മതി, ആ ടൈമിൽ മാത്രം നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു, അല്ലാത്ത സമയത്തൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ രീതിയിലാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ അടുത്ത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പുരുഷന്മാരാണ്, അതായത് അവരുടെ ഭാര്യയെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു ടൈം, അതായത് ഇപ്പൊ അവരൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വൈഫിനെ ഒരു ജോക്കറാക്കി മാറ്റുന്ന കൈൻഡ് ഓഫ് പുരുഷന്മാർ. അതായത് വൈഫിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു, അവൾക്കൊന്നും അറിയില്ല, അവളെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് അതിനെ ഒരു ജോക്കാക്കി മാറ്റുന്ന പല ഹസ്ബൻഡുമാരെ അല്ലെങ്കിൽ പല പുരുഷന്മാരെയും നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള പുരുഷന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ആളുകളെ ഉള്ളുകൊണ്ട് ആ ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള വെറുപ്പായിരിക്കും അവരോട് ഉണ്ടായിരിക്കുക. കാരണം അവരധികം ഹേർട്ട് ആവുന്നുണ്ടാവും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ. കാരണം ആരും ഒരിക്കലും നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുന്നിൽ ഇൻസൾട്ടഡ് ആവണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറവ് അവിടെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പറയണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ല. അതിപ്പോ ഒരു തമാശ ആണെങ്കിൽ പോലും, മേ ബി ചില ആളുകളൊക്കെ ബോഡി ഷേമിങ് ചെയ്യുന്നവർ വരെ ഉണ്ട്. അപ്പൊ അതൊരു തമാശ ആണെങ്കിൽ പോലും ഒരിക്കലും സ്ത്രീകള് വേറൊരാൾ നമ്മൾ അങ്ങനെ പറയണം എന്ന് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഹസ്ബൻഡ്, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ നമ്മളെ അങ്ങനെ ആ രീതിയിൽ കാണിക്കുമ്പോൾ എത്രമാത്രം വിഷമം ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. സോ ഈ രീതിയിൽ വൈഫിനെ ഒരു കോമാളിയാക്കിയിട്ട് ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വൈഫിനെ യൂസ് ചെയ്യുന്ന പുരുഷന്മാരെയും സ്ത്രീകൾ വെറുക്കുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് പബ്ലിക്കിന്റെ മുന്നിൽ സിംഗിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നവര്.
അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന്റെ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ ചില ആളുകൾ മാരീഡ് ആണെങ്കിലും ഇപ്പോൾ ഒരു പുതിയ ഓഫീസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറുന്ന സമയത്ത് അവിടുന്ന് പുതിയ ആളുകളെ ഇവർ മീറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മളിങ്ങനെ അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഞാൻ മാരീഡ് അല്ല എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊരു വൈഫ് ഉണ്ട് എന്നവർ തുറന്നു പറയാൻ മടിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മാരിറ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വൈഫിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വൈഫിന്റെ കൂടെയുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. എല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തുള്ള വേറെ ആളുകളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പോയി ചാടാനോ ഉള്ള ഒരു വഴി ആയിരിക്കാം, മേ ബി പോസിബിലിറ്റീസ് ആണ്. അപ്പം അത്തരത്തിൽ ഇങ്ങനെ സൊസൈറ്റീൻ്റെ മുന്നിൽ നമ്മുടെ വൈഫിനെ മറച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾ വളരെയധികം ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്ത്രീകൾ എപ്പോഴും പരിഗണിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് എവിടുന്നാണ്? നമ്മളുടെ ഹസ്ബൻഡിന്റെ അടുത്തു നിന്നാണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയില്ല. ഇനി അഞ്ചാമത്തെ ഒരു കൂട്ടരാണ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന പുരുഷന്മാര്. അതായത് ഇപ്പോ നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ വൈഫ് മേ ബി ഓക്കെ, എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയാൻ റെഡി ആയിരിക്കും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആൾ റെഡി ആയിരിക്കും. പക്ഷെ പുരുഷന്മാരെ സൈഡിൽ നിന്ന് പല ആളുകളും ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ആളുകളാണ്. അവരുടെ ഈഗോ അവരെ അതിന് സമ്മതിക്കില്ല. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, ചില ആളുകൾ മാത്രം. അപ്പൊ ഈ രീതിയിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഈ ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന കേസ് എന്നല്ല, നോർമലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതിപ്പം വൈഫിനാണെങ്കിലും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഹസ്ബൻഡിനും ഉണ്ട്. അപ്പൊ രണ്ടുപേരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇപ്പൊ ഹസ്ബൻഡ് ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ റെഡി ആവാത്ത ഒരാളാണെങ്കിൽ വൈഫിന് ഈ ഒരു ഹസ്ബൻഡിനോട് ഒരു മടുപ്പ് തോന്നാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും ഈ രീതിയിലുള്ള സ്വഭാവ രീതികൾ ഉള്ളവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ രീതിയിൽ സ്വഭാവ രീതികൾ കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഒരു ബിഹേവിയർ സ്റ്റൈൽ മാത്രമാണ്. ഇത് നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ബൈ ബർത്ത് ഇത് കിട്ടിയ ഒരു സ്വഭാവമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് പുറത്തു വരാൻ പറ്റില്ല എന്നോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഈ രീതിയിലുള്ള സ്വഭാവ രീതികൾ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ തിരുത്താൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്വഭാവം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിലുള്ള സ്വഭാവ രീതികളുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.